നമ്മുടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് റെയ്ഡ് നടത്തി. ആ റെയ്ഡ് നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള സംഭവവികാസങ്ങളൊക്കെ നിങ്ങൾ മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടു കാണും. എന്ത് പോക്കൃത്തരങ്ങളാണല്ലേ ഈ കാണിച്ചു കൂട്ടുന്നത് അല്ലേ? എന്തൊക്കെ അക്രമങ്ങളാണ്. എൻ്റെ കൈകൾ ശുദ്ധമാണ്, ശുദ്ധമായത് കൊണ്ടാണ് എന്നൊക്കെ നിയമസഭയിൽ പറഞ്ഞാൽ പോരാ, ഇവിടെയും പറയാം അല്ല. ഇ ഡി അന്വേഷണമൊക്കെ നേരിട്ട് എനിക്ക് ഇവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്നൊന്നും ഒരു സംഭവം എനിക്ക് കൊണ്ടുപോകാനും സാധിച്ചിട്ടില്ല, ഇ ഡിക്കൊന്നും കണ്ടെത്താനും സാധിച്ചിട്ടില്ല എന്ന് നെഞ്ചു വിരിച്ച് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു ഡയലോഗ് പറയാം. അതൊന്നും പറയുന്നില്ല. അതൊക്കെ പറയുന്നതിന് പകരം വേറെ എന്തൊക്കെയോ അദ്ദേഹം പറയുകയാണ്. അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തു, അദ്ദേഹത്തെ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. 2020 കോടിയേരി ബാലകൃഷ്ണൻ്റെ വീട്ടിൽ ബിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇ ഡി റെയ്ഡ് നടത്തിയപ്പോൾ ഈ മനുഷ്യൻ്റെ, പിണറായി വിജയൻ എന്ന് പറയുന്ന നിലവിലെ പ്രതിപക്ഷ നേതാവിൻ്റെ, മുൻ മുഖ്യമന്ത്രിയുടെ നിലപാട് എന്തായിരുന്നുള്ളത് നിങ്ങളൊന്ന് കേട്ടു നോക്കി. അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് അന്വേഷണ ഏജൻസിയുടെ കയ്യിലുള്ളത് എന്ന് അറിയാതെ നമുക്കത് സംബന്ധിച്ച് ഒന്നും പറയാനാവില്ല. എന്തെങ്കിലും നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് നേരിടുന്നതിന് നമ്മുടെ നാട്ടിൽ നിയമങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വാഭാവികമായും ആ കുടുംബം സ്വീകരിക്കുകയും ചെയ്യും. അക്കാര്യത്തിൽ നമുക്കിപ്പം ഉറപ്പിച്ചൊന്നും പറയാനാവില്ല എന്താണ് എന്നുള്ളത്. അപ്പോൾ അന്വേഷണ ഏജൻസി ഇവിടെ എത്തിയത് അവരുടെ അന്വേഷണത്തിന്റെ ഭാഗമായാണ്. അപ്പോൾ അവരുടെ കയ്യിൽ എന്താണ് ഉള്ളത് എന്ന് അറിയാത്തൊരു കൂട്ടർ അതിനെപ്പറ്റി മറ്റെന്തെങ്കിലും അഭിപ്രായം പറയുന്നത് ശരിയാവില്ല. അതാണ് ഇന്നങ്ങനെ പറയാം, ഇന്നിങ്ങനെ പറയാം. ഇപ്പോൾ ഓരോ നിലപാടാണ്, ഓരോ സാഹചര്യം അനുസരിച്ചിട്ടുള്ള നിലപാടാണ്. ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഐക്യദാർഢ്യവും പിന്തുണയും മറ്റേതും മറിച്ചൊക്കെ നേരിടുന്നുണ്ട്. ഇത് ഇ ഡി അന്വേഷണം അവിടെ നിന്നൊന്നും കിട്ടിയിട്ടില്ല. 12 സ്ഥലങ്ങളിൽ എന്തോ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തി, അവിടെ നിന്ന് ഒന്നും കിട്ടിയിട്ടില്ല, എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന ഒരു വിഷയത്തിൻ്റെ പുറത്ത് എന്തൊക്കെയോ കാര്യങ്ങളാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത്. ഒരു വാഹനം തല്ലി തകർക്കുക, ഇ ഡി ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുക, അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുക. ഏതൊരു പാവപ്പെട്ടവൻ്റെ ടാക്സി ആയിട്ട് വന്നായിരിക്കും, ടാക്സി വിളിച്ചിട്ടായിരിക്കും ഇ ഡി ഉദ്യോഗസ്ഥന്മാർ വന്നത്, അവൻ്റെ വാഹനം തല്ലി തകർക്കുക, അവൻ്റെ ജീവനോപാധിക്ക് നഷ്ടം സംഭവിക്കുക. ഇതൊക്കെ ചെയ്തിട്ട് എന്ത് കാണിക്കാനാണ്? ഒരു കാര്യം മനസ്സിലാക്കുക, 10 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന സോഷ്യൽ മീഡിയ അല്ല ഇന്ന് ഉള്ളത് എന്നുള്ളതാണ്. ഇന്ന് എല്ലാവർക്കും വിരൽത്തുമ്പിൽ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. എന്ത് കോപ്രായം കാണിച്ചാലും ഇതൊക്കെ അറിയാൻ പറ്റും. ജനങ്ങൾ കൂടുതൽ വെറുക്കത്തുള്ളൂ. 10 വർഷം എന്ത് സമാധാനം ഉണ്ടായിരുന്നു ഇവർ ഭരണപക്ഷത്തിനായിരുന്നപ്പോൾ, ശരിയല്ലേ? പ്രതിപക്ഷത്തായിരുന്നപ്പോൾ തുടങ്ങി ഇവരുടെ സമരങ്ങൾ. ഇപ്പോൾ പിള്ളേരൊക്കെ നടത്തിയ സമരങ്ങളൊക്കെ കണ്ടതിനെ അറിയാം. അതിനകത്ത് പറയുന്ന ഡയലോഗുകൾ, അതിനകത്ത് വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ, എന്ത് അസഹിഷ്ണുതയാണെന്നുള്ളതാണ്. ഇതൊക്കെ പറയുമ്പോൾ കുറച്ച് ആൾക്കാർക്കൊക്കെ പൊള്ളു കേട്ടോ. അപ്പോൾ പറയും നിങ്ങളെ ടാർഗറ്റ് ചെയ്ത് പറയുന്നതാണെന്നുള്ളത്. കാരണം അത്രയ്ക്കും വെറുപ്പായതുകൊണ്ടാണ്, അത്രയ്ക്കും ഈ സമരങ്ങളും നിങ്ങളുടെ രീതികളും പ്രസ്താവനകളും ധാർഷ്ട്യവും കണ്ട് മടുത്തത് കൊണ്ടാണ് ഇങ്ങനെ പ്രതികരിക്കേണ്ടി വരുന്നതെന്ന് ദയവായിട്ട് മനസ്സിലാക്കുക. അല്ലാണ്ട് വേറെ വേണ്ടി വരുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പറയും, നിങ്ങൾ സോഷ്യൽ മീഡിയയിലുള്ള പല പോസ്റ്റുകളും പല കാര്യങ്ങളിലെ കമൻറ്റുകളൊക്കെ ഒന്ന് എടുത്ത് നോക്ക്. അത്രയും വെറുപ്പ് നിങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും അനാവശ്യമായ സമരങ്ങൾ. തോറ്റതിൻ്റെ കാരണം തന്നെ നിങ്ങളൊന്ന് പഠിച്ചു നോക്കി, അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഇതൊക്കെ കാണുന്നുണ്ട് ഇവിടുത്തെ ജനങ്ങളെന്ന് ഒന്ന് തിരിച്ചറിയുക. അതുകൊണ്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളിഷ്ടം, നിങ്ങളുടെ പാർട്ടി, നിങ്ങളുടെ ചട്ടക്കൂട്, നിങ്ങളുടെ നിയമം, നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളുടെ കൂടെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയായിരിക്കും, പോട്ടെ. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുകയും കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ളൊരു തിരിച്ചറിവ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതും അല്ലാത്തവരുമായിട്ടുള്ള എല്ലാ അണികൾക്കും നേതാക്കന്മാർക്കും ഉണ്ടാകുന്നത് നല്ലതാണ്. ഇനി എല്ലാവരോടും ഇത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് 100 ന്യായീകരണങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നേരം വെളുക്കാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം. അതുകൊണ്ട് സങ്കടവും വിഷമവും പ്രതിഷേധവും ഇങ്ങനെയെങ്കിലും പറഞ്ഞു തീർക്കുകയാണ്.